കൂട്ടായ്മയ്ക്ക് മാറ്റിയെഴുതുവാൻ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജിനു വടക്കേ മുടങ്ങലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഇടവക കോർഡിനേറ്റർ ശ്രീ വിജയ് മണയാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ വാർഡിന്റെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് ചേനാട്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി പൂജ പെയ്യൂറിന്റെ ജോസഫ് കടവകണ്ടത്തിൽ മനാസെ പാറ. കോർഡിനേറ്റർ ബിജു സാറെ, ജെയിംസ് ചേട്ടാ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാരെ, സിവിച്ചേട്ടാ, എൻ്റെ മറ്റ് സഹോദരങ്ങളെ, ഈ സായം സന്ധ്യയിൽ നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മുടെ അസിസി വാർഡിൻ്റെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഒരുമയോടെ ഒറ്റ മനസ്സോടുകൂടി ഇവിടെ ആയിരുന്നുകൊണ്ട് നല്ല പ്രോഗ്രാമുകളും മറ്റും ആസ്വദിച്ച് നമ്മുടെ ഈ ആഘോഷം ഒരു വൻ വിജയമാക്കി മാറ്റാം. എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ജെയിംസ് ചേട്ടനെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെയധികം നമ്മുടെ വാർഡിന് വേണ്ടി കഷ്ടപ്പെടുകയും നമ്മുടെ ഈ കൂട്ടായ്മ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു തെറ്റുകളും നമുക്ക് വേണ്ടുന്ന തിരുത്തലുകളും എല്ലാം കൃത്യസമയത്ത് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ നല്ലൊരു മാർഗത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് ചേട്ടനെ ഈ യോഗത്തിലേക്ക് വളരെ കാർത്തവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജിനുവച്ചനെയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എപ്പോഴും നമ്മളൊപ്പം ആയിരിക്കുകയും നമുക്ക് വേണ്ടുന്ന തിരുത്തലുകളും മറ്റുള്ള എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നമുക്ക് എപ്പോഴും ചെയ്തു തരികയും ചെയ്യുന്ന അച്ഛനെയും വളരെ സ്നേഹത്തോടെ കൃത്യമായ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു വ്യക്തിയും നല്ല തിരക്കോടുകൂടി എപ്പോഴും ഉള്ള ഒരാളുമാണ്. എങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വരുവാനും നമ്മളൊപ്പം അല്പസമയമായിരിക്കുവാനും അദ്ദേഹവും സന്മനസ് കാണിച്ചു. അതുകൊണ്ട് തന്നെ ബിജു സാറിന് ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എപ്പോഴും നമ്മളോടൊപ്പം ആയിരിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് നമുക്കറിയാം
അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ ഇടവകയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന അവരും നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാൻ ഇവിടെ വന്നതിനും സന്മനസ് കാണിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുടുംബ കൂട്ടായ്മ 2024-25 വാർഷിക റിപ്പോർട്ട്. ബഹുമാന്യരെ, വ്യക്തികളുടെ ആത്മീയ വളർച്ചയും കുടുംബങ്ങളുടെ ഒരുമയും സാധ്യമാക്കി സഭയെയും സമൂഹത്തെയും ഉണർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കുടുംബ കൂട്ടായ്മകൾ രൂപീകൃതമായ വേളയിൽ 1/11/2018 ശ്രീ കുര്യൻ കൊച്ചേരിക്കുടിയിലിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന പ്രഥമ യോഗത്തിൽ ബഹുമാനപ്പെട്ട തോമസ് മുണ്ടമറ്റത്തിലച്ചന്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിൽ അസിസി വാർഡ് രൂപീകൃതമായി. 2025 ജനുവരി മാസം മുതൽ ഒക്ടോബർ മാസം വരെ വരിസംഖ്യ തന്നവരുടെ പേരും തുകയുമാണ് ഇപ്പോൾ വായിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും കൂടി നമ്മുടെ ഫ്രാൻസിസ് അസിസി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിനുവാച്ച ബിജു സാറ്, മറ്റ് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികള്, നമ്മുടെ വാർഡിന്റെ കൂട്ടായ്മയുടെ എല്ലാ കുടുംബാംഗങ്ങളെ, അധ്യക്ഷ പ്രസംഗം ഞാൻ എന്ത് പറയാൻ എനിക്ക് പ്രത്യേക നിശ്ചയമൊന്നുമില്ല. നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് വന്നിട്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും ഒരു സംശയമുണ്ട്, ഈ കൂട്ടായ്മ എന്തിനാണ് എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ അവന്റെ ഓർമ്മകൾ മാത്രമാണ്. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾക്ക് നമ്മളെപ്പറ്റിയുള്ള ഓർമ്മയില്ലാണ്ടായാൽ നമ്മൾ എന്തായിത്തീരും? നമ്മുടെ ഫ്രാൻസിസ് അസിസി വാർഡിന്റെ വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് ചേട്ട, നമ്മുടെ ഇടവക കോർഡിനേറ്റർ ബിജു സാറെ, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാർഡിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഫ്രാൻസിസ് അസിസിയുടെ വളരെ ശക്തമായ മാതൃക നമുക്കൊക്കെ അനുകരണീയമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, വാർഡ് ഇടവക കൂട്ടായ്മകള് നമ്മൾക്ക് എപ്പോഴും ഒരു വലിയ ബന്ധത്തിന്റെ ചിത്രമാണ് നമുക്ക് നൽകേണ്ടത്. ഫാമിലി കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ പരസ്പരമുള്ള ബന്ധത്തിന് വേണ്ടിയാണ്. അതിന്റെ ബന്ധത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ വീടുകളും മാറി മാറിയായിരിക്കും നമ്മള് പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുക. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നാൽ തന്നെ അതിലെ പ്രാർത്ഥനകൾ പരസ്പരം മാറി മാറിയായിരിക്കും ചെല്ലുന്നത്. ഡോക്ടർ ജിനു വടക്കേമുളകിൽ വെച്ച നമ്മുടെ വാർഡ് കൂട്ടായ്മയുടെ ശക്തനായ പ്രസിഡന്റ് ജെയിംസ് ചേർന്നിട്ട്, ഏറ്റവും ബഹുമാനപ്പെട്ട കൈക്കാരന്മാര് ജോൺ ചാണ്ടികുലിയില്, ബേബി ഉതിരക്കുളത്ത്, സുനിൽ കുഴിഞ്ഞാലിൽ, പ്രിയപ്പെട്ട ഈ വാർഡിന്റെ സെക്രട്ടറി എലിസബത്ത് ടീച്ചർ, ട്രഷറർ ജോത്സന, കമ്മിറ്റിക്കാരായ ജോബി കടവഘട്ടത്തില്, പുതുതായി തിരഞ്ഞെടുപ്പ് മിനി പാറയില്, നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി ജസ്റ്റിസൻ കൊച്ചരിക്കുടിയില്, അതുകൊണ്ട് ഈ വാർഡിന്റെ വളരെ സമ്പന്നം നിറഞ്ഞതാണ് ഈ വാർഡ്. നമുക്കറിയാം, വിൻസെന്റ് പോണ്ട് പ്രസിഡന്റ് ഷാജി പാലക്കുടി, രൂപത അവാർഡ് ജേതാവ് ജോവാന ചേച്ചി, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഗായകൻ നമ്മുടെ കടവഘട്ടം ജോസഫ്, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു ഗായകൻ മനാസെ, ജിഷു, കെസി ആൻഡോ, ഒരിക്കലും പാട്ടുകാരെ മിടുക്കികള് പൂജ, തീവ്, ജോസന ടീച്ചർ, മുൻ ടീച്ചർ, അങ്ങനെ വളരെ സമ്പന്നം നിറഞ്ഞവരാണ് നമ്മുടെ ഈ വാർഡ്.
വിശുദ്ധ പൗലോസ്ലിഹ എഫെസ്യർക്കാർക്ക് എഴുതിയ 4-ാം ലേഖനം 4-ാം അധ്യായം 25 മുതൽ 32 വരെയും 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വർജിക്കേണ്ട തിന്മകൾ. വർജിക്കേണ്ട തിന്മകൾ. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും നമ്മുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഇല്ലാത്തവനുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി സന്ദർഭമനുസരിച്ച് അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രവരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടുകൂടി നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെയോ പേര് പോലും കേൾക്കരുത്. വിശുദ്ധർക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും തൊഴുത്തിൽ പശുക്കിടാങ്ങൾ ഇല്ലാതായാലും ആലയിൽ ആട്ടിൻപറ്റം ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. മഹിമയേഴും പുരി ശരണം മഹേശ മഹിതപദേ തവ മഹിമയേഴും പുരി ശരണം. സ്തുതികളുയർത്തും അകതളിലേന്തി സ്തുതികളുയർത്തും അകതളിലേന്തി ഗുരുചരണാംബുജം അറിയും ഞാൻ വിമലജ സവിതേ ചേർന്നണയും മഹേശ മഹിതപദേ തവ മഹിമയേഴും പുരി ശരണം. പാപസംഹാരക ശ്രീ സുരശോഭിത സുരഗണ പൂജിത ദേവം പാപസംഹാരക ശ്രീ സുരശോഭിത സുരഗണ പൂജിത ദേവം മാമകദൂർത്തരി മായ്ച്ച മഹാബല മാമകദൂർത്തരി മായ്ച്ച മഹാബല ദൈവ വിഭൂതിത കരണം ദൈവ വിഭൂതിത കരണം. മഹേശ മഹിതപദേ തവ മഹിമയേഴും പുരി ശരണം. സ്തുതികളുയർത്തും അകതളിലേന്തി സ്തുതികളുയർത്തും അകതളിലേന്തി ഗുരുചരണാംബുജം അറിയും ഞാൻ വിമലജ സവിതേ ചേർന്നണയും മഹേശ മഹിതപദേ തവ മഹിമയേഴും പുരി ശരണം. ഇതിനെക്കുറിച്ച് വർഷങ്ങളായിട്ട് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പം
കുറച്ചൊക്കെ ഞാൻ വിചിന്തനം ചെയ്തത് ഞാൻ പറയാം. അതായത് ഇതിന്റെ ഫുള്ളെന്ന് വെച്ചാല് ഒരു സാബത്ത് ദിവസം യേശുക്രിസ്തുവും ശിഷ്യന്മാരുടെ വയലിലൂടെ നടന്നു പോയിരുന്നു. ശിഷ്യന്മാർക്ക് വിശന്ന് അവരും ശിഷ്യന്മാര് കതിരൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസേയർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഫരിസേയര് ഈശോയെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ യേശുക്രിസ്തുവിനോട് ഇത് ചോദ്യം ചെയ്തു. അവരെന്തുകൊണ്ടാണ് അത് പറിച്ചിരുന്നത്? സാബത്തിന് നിഷിദ്ധമായിരിക്കുന്നത് എന്തുകൊണ്ട് അവർ ഇതൊന്നും, പക്ഷെ സാബത്തിൽ അത് നിഷിദ്ധം അല്ല. ഈശോ മിശിഹ തമ്പുരാൻ തന്റെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആമുഖമായി പ്രസ്താവിച്ച വചനമാണ് യോഹന്നാൻ ശ്ലീഹായുടെ അധ്യായം 5-ാം അധ്യായം 6-ാം അധ്യായം തുടക്കം മുതൽ ഈശോ മിശിഹ തമ്പുരാൻ വിശുദ്ധ കുർബാന എന്താണെന്നും എങ്ങനെയാണെന്നും അതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇതിന് തൊട്ടു മുൻപ് ഈശോ മിശിഹ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ 12 പേരും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പത്രോസ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഈശോ മിശിഹ അത് ചോദിച്ചത്? എൻ്റെ കൂട്ടുകാരായ എല്ലാ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളുടെ യൂണിറ്റിൻ്റെ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ന് സ്നേഹമുള്ള എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുള്ള കുഞ്ഞിത്തിൻ്റെയൊക്കെ ഭവനത്തിൽ വന്നു നിൽക്കുകയും ഈശോ മിശിഹായുടെ 2 വചനമെങ്കിലും പറയുവാനും അവസരം വേദിയൊരുക്കി തന്ന ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ജെയിംസിനും സ്നേഹമുള്ള അച്ഛനും എല്ലാവർക്കും പരിശ്രമ സംഘങ്ങൾക്കുമെല്ലാം ആദ്യമായി നന്ദി പറയുന്നു. എനിക്ക് തന്ന വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, വചനം നമ്മളുടെ സമ്പത്താണ്, സഭയുടെ സമ്പത്താണ് വചനം. എന്നാൽ ഈ സമ്പത്തിനെയാണ് ജനങ്ങളെല്ലാം മാറി നിൽക്കുന്നത്. അച്ഛന്മാരൊക്കെ നിന്റെ ദാസനായി എന്നെ സ്വീകരിക്കണമേ. ഈ ബൈബിൾ വാക്യം എന്നെ സ്പർശിച്ചിരിക്കുന്നത്, ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഏതാ എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ പറയുന്നു ഈ വാക്യമാണ് ഏറ്റവും വലുത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായി ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യമാണിത്. ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി വിവരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നിരുന്ന യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ദൈവമേ തിരുസന്നിധിയിൽ ഞാൻ കുമ്പിടുന്നു, ദൈവമേ തിരുസന്നിധിയിൽ ഞാൻ കുമ്പിടുന്നു, എല്ലാം സമർപ്പിക്കാം നാഥാ നീ കൈക്കൊള്ളണേ, കൃപയാലെ നിറവോടെ വരമേഘണമളിവോടെ ഗുണകരമധികര മധുമഴ ചൊരിയൂ. ദൈവമേ തിരുസന്നിധിയിൽ ഞാൻ കുമ്പിടുന്നു, ശൂന്യമാം കൈകളേന്തി നിന്നനുഗ്രഹം തേടുന്നു. ശൂന്യമാം കൈകളേന്തി നിന്നനുഗ്രഹം തേടുന്നു. ശോകമാം മനസ്സുയർന്നു നിന്റെ സ്നേഹം തേടുന്നു. ഹൃദയേശ്വരാ കനിയണമേ, ജീവാമൃതം ചൊരിയണമേ. നീ എന്റെ ജീവന്റെ ഉറവാണു, നിറവാണു, ഗുണകരമധികര മധുമഴ ചൊരിയൂ. ദൈവമേ തിരുസന്നിധിയിൽ ഞാൻ കുമ്പിടുന്നു, ഉരുകി ഉരുകി തീർന്നിട ഒരു മെഴുകുതിരി
നീളരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി ഉരുകി തേങ്ങിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എന്റെ ഉള്ളിൽ നീളരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാദാരത്തിൻ സക്കാരിൽ നിറഞ്ഞുവാരണമേ. ഓ സ്ത്രീയായി ഇന്നു നീ ഉള്ളിലണയുന്നേരം എന്തു ഞാൻ നന്ദിയായി നൽകിടണം ദൈവമേ. ഓ സ്ത്രീയായി ഇന്നു നീ ഉള്ളിലണയുന്നേരം എന്തു ഞാൻ നന്ദിയായി നൽകിടണം ദൈവമേ. നിന്നിടം നടുങ്ങിടുവാൻ നിന്നിടം തീരുവാൻ കൊതിയിരിക്കുണ്ട് ആത്മനാഥനേ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എന്റെ ഉള്ളിൽ നീളരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാദാരത്തിൻ സക്കാരിൽ നിറഞ്ഞുവാരണമേ. Thank you.
കൃതിയുടെ പേര്. കൈവക്കി ആൻസർ പറയണം, അല്ലെങ്കിൽ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുരിശിന്റെ വഴി ആരംഭിച്ച വിശുദ്ധ ആരാണ്? അത് എല്ലാവർക്കും ആൻസർ വേണമെങ്കിൽ അതിപ്പോ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പുണ്യവചനം. പിള്ളേർക്കൊക്കെ ആരാണ്? എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പുണ്യവചനം പറയുന്നത്. പ്രാർത്ഥനയിലുണ്ടത്. ഒരു പ്രാർത്ഥനയെ അതെ കൈകൊട്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ടാണ് ആൻസർ പറയാൻ. കറക്റ്റായിട്ട് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ച വർഷം? 1900 അല്ല, 1982 സെപ്റ്റംബർ 82 ചെറുതായിട്ടൊന്നും മാറി ദിവസം കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് സമ്മാനം കൊടുക്കാം. 1982 സെപ്റ്റംബർ 26. അങ്ങനെ തന്നെ നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ്. അപ്പൊ നിങ്ങളുടെ ഇരിപ്പിടം തന്നെ നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ്. അപ്പൊ എല്ലാവരും പതുക്കെ എഴുന്നേക്കുക. എന്നിട്ട് അവരുടെ കസാരയുടെ അടിയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളത് കാണുക. ആകാശ് ഇത് സീക്രട്ടാണ് കേട്ടോ. ഞാൻ മാത്രം അറിഞ്ഞാണ്, ഞാൻ കെട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഓർമ്മേ ഇല്ല കേട്ടോ. അല്ല, ഞാൻ മാത്രം അറിഞ്ഞ നിക്ഷേപം അല്ലായിരുന്നു. ഞാൻ വന്ന് ആരും കാണാതെ വെച്ചതാണ്. തെറ്റിദ്ധരിക്കല്ലേ. അതിന്റെ സമ്മാനം ഇപ്പൊ തന്നെ അച്ഛൻ കൊടുക്കുകയാണ്. അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രമേശവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും നിന്മഹിമയ തിങ്ങിടും നല്ലോ സംഗതം. ശ്രീയേഴും ദിവ്യ പ്രേഷിതന്യ ദിവ്യന്മാർ വേദ സാക്ഷികൾ നിത്യാനന്ദ പ്രതാപമാനന്യ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ നിത്യനാമേകസുനുവേ പാവനാത്മശ്രീയകദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവെ പാവനം സദാ കീർത്തിക്കും അങ്ങേ സാദരം, കീർത്തിക്കും അങ്ങേ സാദരം. പ്രാഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ നാഥൻ തന്നോട്
കന്യയുടെ ജാതനായി മൃത്യുവേ ജയിച്ചങ്ങോ മക്കൾക്ക് സ്വർഗവാതിൽ തുറന്നപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്താൽ വാഴുമീ ദിവ്യശോഭയിൽ അങ്ങു താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കുന്നവർ എന്നും വിശ്വസിക്കുന്നവർ വീണ്ടെടുത്തോനിദാസരിൽ നിൻകൃപാവേദം ചിന്തണേയെന്നും യാചിക്കൂ ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതം ഒത്തുചേരാൻ കനിയണേ ഒത്തുചേരാൻ കനിയണേ കാത്തിടൂനാഥ നിൻ ജനങ്ങളെ ആശിസേകണേ നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതിയേവർക്കേകണേ നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിൻ പാവനാമവും സദാ പാവനാമവും സദാ ഇന്നു ഞങ്ങളിൽ പാപമേശൈവൻ നിന്നനുഗ്രഹം നൽകണേ ആശ്രയിച്ചവർ തീവ്രമായെങ്കിൽ നിന്നും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിരാശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ ലേശം ലജ്ജിക്കയില്ല ഞാൻ ലേശം ലജ്ജിക്കയില്ല ഞാൻ Thank you.